ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നാർക്കോസ് എന്ന സീരീസിന്റെ രണ്ടാമത്തെ സീസണിന്റെ 4ാമത്തെ എപ്പിസോഡ് വീഡിയോ ആണ്. ഈ സീരീസിന്റെ മുമ്പത്തെ വീഡിയോസ് കാണാത്തവർക്ക് വേണ്ടി വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്ലേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോവാം. എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്റെ കൺമുമ്പിൽ വെച്ച് കരിയിലോ ടാറ്റയെ വെടിവെച്ച് കൊല്ലുന്നതെല്ലാം സ്വപ്നം കണ്ട് എഴുന്നേൽക്കുന്ന പാബ്ലോനെയാണ് കാണിക്കുന്നത്. ഇതിൽ നിന്നും തന്നെ പാബ്ലോ കരിയിലോനെ എത്രത്തോളം പേടിക്കുന്നുണ്ട് എന്ന കാര്യമെല്ലാം മനസ്സിലാക്കാം. അവിടെയൊക്കെ ചെയ്ത് ടിവിയിൽ കരിയിലോ ഒരു ചെറിയ കുട്ടിയെ വെടിവെച്ച് കൊന്നു എന്ന കാര്യമെല്ലാം പാബ്ലോയുടെ അടുത്തേക്ക് ബുള്ളറ്റുമായി ചെന്ന ആ ചെറിയ പയ്യൻ ന്യൂസ് ചാനലിൽ ചെന്നിരുന്ന് വിളിച്ചു പറയുന്നതായിട്ടാണ് കാണിക്കുന്നത്. ലോകം മൊത്തം ഈ ന്യൂസ് എല്ലാം കാണുന്ന കൂട്ടത്തിൽ പ്രസിഡന്റ് ആയിട്ടുള്ള ഷസാറും അയാളുടെ അസിസ്റ്റന്റും കരിയിലോയെ പറ്റിയുള്ള ഈ വാർത്തയെല്ലാം കാണാൻ വേണ്ടി ഇടയാവുന്നു. ഷസാർ, പാബ്ലോ ചിലപ്പോൾ നമ്മളെ വഴിതെറ്റിക്കാൻ വേണ്ടി ആ കുട്ടിയെ കൊണ്ട് ഭീഷണിപ്പെടുത്തി പറയിപ്പിക്കുന്ന ആവാനാണ് സാധ്യത എന്നും അതുകൊണ്ട് പാബ്ലോ പറയുന്ന ഈ കാര്യമൊന്നും ഒട്ടും തന്നെ സീരിയസ് ആയി എടുക്കേണ്ടെന്ന് തന്റെ ആൾക്കാരോടെല്ലാം പറയുന്നു. താൻ ഇത്രയൊക്കെ ചെയ്തിട്ടും ഷസാർ കരിയിലോക്കെതിരെ ഒരു ആക്ഷൻ പോലും എടുത്തില്ല എന്നറിഞ്ഞതും പാബ്ലോക്ക് ഇതിൽ വളരെയധികം ദേഷ്യമെല്ലാം വരുന്നു. അവൻ കരിയിലോ ഒരു രാക്ഷസനാണ് എന്നെല്ലാം നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ആ ചെറിയ കുട്ടി തന്റെ അടുത്ത് പറഞ്ഞ കഥയെല്ലാം ഒരു ലെറ്ററായി എഴുതി ആ നാട്ടിലുള്ള എല്ലാ ന്യൂസ് പേപ്പറുകൾക്കും അയച്ചു കൊടുക്കുന്നു. ഇതേസമയം കരിയിലോ തന്റെ ഫോഴ്സിനെ വെച്ച് പാബ്ലോയുടെ ലാബുകളെല്ലാം അടിച്ചു തകർക്കുകയും അവിടെ ജോലി ചെയ്തിരുന്ന പാബ്ലോന്റെ ആൾക്കാരെ എല്ലാം ഷൂട്ട് ചെയ്ത് കൊല്ലുകയും ചെയ്യുന്നു. ആ ചെറിയ പയ്യൻ ടിവിയിൽ കൊടുത്ത ഇന്റർവ്യൂവിൽ 2 അമേരിക്കക്കാരും കരിയിലൂടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് US എംബസിയുടെ മേലെ പ്രശ്നം ഉണ്ടാകാൻ വേണ്ടി സാധ്യതയുണ്ട് എന്ന് മനസ്സിലായ ഓദർ മെസ്സിനയോട് കരിയിലൂടെ കൂടെ പോകാറുള്ള ഓഫീസർമാർ സ്റ്റീവും ജാവിയറുമാണെന്നും അതുകൊണ്ട് ഇനി മുതൽ അവരെ ഫീൽഡ് ഓപ്പറേഷൻ വിടാതെ ഓഫീസ് ജോലിയിൽ മാത്രം അപ്പോയിന്റ് ചെയ്താൽ മതിയെന്ന് പറയുന്നു. അവിടെയൊക്കെ ചെയ്ത് സ്റ്റീവും കരിയിലോയുമെല്ലാം സാറ്റലൈറ്റ് ഫോണിന്റെ സിഗ്നലെല്ലാം നോക്കിക്കൊണ്ട് ബ്രിസ്കോ ബ്രദേഴ്സിന്റെ ലൊക്കേഷൻ എല്ലാം കണ്ടുപിടിച്ചെടുക്കുന്നു. ഇതേസമയം മയക്കുമരുന്നെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ബോധമില്ലാതെ കിടക്കുന്ന ബ്രിസ്കോ ബ്രദേഴ്സിന്റെ ആൾക്കാരെയാണ് കാണിക്കുന്നത്. ഈ സമയം അവിടേക്ക് വന്ന റിച്ചാർഡ് തന്റെ സഹോദരൻ മയക്കുമരുന്നെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ബോധമില്ലാതെ സാറ്റലൈറ്റ് ഫോണിൽ നിന്നും പാബ്ലോയെ കോൾ ചെയ്യാൻ നോക്കുന്നത് കണ്ടതും അവൻ തന്റെ സഹോദരന്റെ അടുത്ത് ദേഷ്യപ്പെട്ടുകൊണ്ട് ഈ സാറ്റലൈറ്റ് ഫോൺ വെച്ച് പാബ്ലോയെ കോൾ ചെയ്താൽ പോലീസുകാർ നിന്റെ ലൊക്കേഷൻ എല്ലാം പെട്ടെന്ന് കണ്ടുപിടിക്കുമെന്നും അതുകൊണ്ട് ഫോൺ ബൂത്തിൽ ചെന്ന് പാബ്ലോയുടെ അടുത്ത് എക്സ്പോർട്ട് ചെയ്യാനുള്ള മരുന്നുകളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയാനായി പറയുന്നു. എന്നാൽ റിച്ചാർഡിന്റെ സഹോദരൻ അവിടെ നിന്നും പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ കരിയിലോടെ ആൾക്കാർ ആ ബിൽഡിങ്ങിനകത്തേക്ക് സ്മോക്ക് എല്ലാം ഇട്ടുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന ആൾക്കാരെ എല്ലാം ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. എന്നാൽ ഇതിനിടയിലൂടെ റിച്ചാർഡ് അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നത് കണ്ടതും സ്റ്റീവ് റിച്ചാർഡിന്റെ പിന്നാലെ ഓടിപ്പിടിക്കാൻ വേണ്ടിയെല്ലാം നോക്കുന്നുണ്ടെങ്കിലും അവനെ കൊണ്ട് അതിന് സാധിക്കാതെ വരുന്നു. അവിടെയൊക്കെ ചെയ്ത് രാജോയുടെ അടുത്ത് പാബ്ലോയുടെ മരണശേഷം അവരുടെ ബിസിനസ് എല്ലാം മയാമിയിലേക്കും എക്സ്പാൻഡ് ചെയ്യുന്നതിനെ പറ്റി സംസാരിക്കുന്ന ഹിൽബർട്ടോനെയാണ് കാണിക്കുന്നത്. പാബ്ലോയുടെ മരണത്തോടെ കാർലി കാർട്ടൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മയക്കുമരുന്ന് സപ്ലയർ ആയി തീരും എന്നറിയാവുന്നത് കൊണ്ട് രാജോ നമുക്ക് ജൂഡിയെ പാബ്ലോനെ കൊണ്ട് കൊല്ലിക്കാമെന്നും അതോടെ നമുക്കുള്ള എല്ലാ പ്രശ്നങ്ങളും ഒരുമിച്ച് അവസാനിച്ചു കിട്ടുമെന്ന് ഹിൽബർട്ടോന്റെ അടുത്ത് ചിരിച്ചുകൊണ്ട് പറയുന്നു. ഇതേസമയം ആ ചെറിയ പയ്യന്റെ കയ്യിൽ കരിയിലോ കൊടുത്തുവെച്ച ബുള്ളറ്റ് എല്ലാം നോക്കിയിരിക്കുന്ന പാബ്ലോനെയാണ് കാണിക്കുന്നത്. ഈ സമയം ലോയർ പാബ്ലോയെ കോൾ ചെയ്തുകൊണ്ട് പാബ്ലോ ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്യാൻ വേണ്ടി അയച്ച ലെറ്റർ ഒന്നും അവരാരും തന്നെ പബ്ലിഷ് ചെയ്യാൻ വേണ്ടി കൂട്ടാക്കുന്നില്ല എന്ന കാര്യമെല്ലാം പാബ്ലോയുടെ അടുത്ത് പറയുന്നു. ഇത് കേട്ടതും പാബ്ലോക്ക് തന്റെ കണക്കൂട്ടലെല്ലാം തെറ്റിയതോർത്ത് കരിയിലോടെ അടുത്തുള്ള ദേഷ്യം വീണ്ടും കൂടുന്നു. അവിടെയൊക്കെ ചെയ്ത് കൊളംബിയയിലുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പ് ഒരു വ്യക്തിയെ തടവിൽ വെച്ചുകൊണ്ട് ക്രൂരമായി ടോർച്ചർ ചെയ്ത് കൊല്ലുന്നതായിട്ടാണ് കാണിക്കുന്നത്. എന്നാൽ അയാൾ മരിച്ചതും അയാളുടെ 2 ആൺമക്കളായിട്ടുള്ള കസ്താനിയ ബ്രദേഴ്സ് മിലിറ്ററിയിൽ ജോയിൻ ചെയ്തുകൊണ്ട് കൊളംബിയയിലുള്ള ഓരോ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകളെല്ലാം തേടി പിടിച്ചുകൊണ്ട് കൊല്ലുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം CIA പുതിയ ബോസ് ആയിട്ടുള്ള ബിൽ കസ്താനിയ ബ്രദേഴ്സിനെ മീറ്റ് ചെയ്യാനായി വരുന്നു. ബിൽ കസ്താനിയ ബ്രദേഴ്സിന്റെ അടുത്ത് മയക്കുമരുന്ന് മേഖലയിലുള്ള ഭൂരിഭാഗം പേരും ഇപ്പോൾ പാബ്ലോയുടെ മരണം കാണാൻ വേണ്ടിയാണ് കാത്തിരിക്കുന്നതെന്നും എന്നാൽ പാബ്ലോ മരിച്ച ഉടനെ ആ കൂട്ടത്തിൽ മറ്റൊരു വ്യക്തി ഇതിന്റെ എല്ലാം തണുപ്പത്തേക്ക് വരാൻ സാധ്യതയുള്ളത് കൊണ്ട് അങ്ങനെ ഒരു വ്യക്തി ആ പോസ്റ്റിലേക്ക് ചാർജ് എടുക്കുന്നതിന് മുമ്പ് തന്നെ അവന്റെ എല്ലാം കഥ അവസാനിപ്പിക്കണമെന്ന് കൂടി പറയുന്നു. കസ്താനിയ ബ്രദേഴ്സ് കുറച്ചു നേരം ബിൽ പറഞ്ഞ കാര്യങ്ങളെ പറ്റിയെല്ലാം ചിന്തിച്ച ശേഷം അവർ ജൂഡിയെയും പാച്ചോയും ചെന്ന് മീറ്റ് ചെയ്യാനായി തീരുമാനിക്കുന്നു. അവർ പാച്ചോയുടെ അടുത്ത് നിങ്ങൾ തരുന്ന പൈസയും ഞങ്ങളുടെ കയ്യിലുള്ള ആൾക്കാരെയും കൂട്ടിച്ചേർത്താൽ ഒരാഴ്ചയ്ക്കുള്ളിൽ പാബ്ലോയുടെ കഥയെല്ലാം അവസാനിപ്പിക്കാമെന്നും അതിനായി നിങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു യെസ് മാത്രം കിട്ടിയാൽ മതിയെന്ന് പാച്ചോയ്ക്കും ജൂഡിക്കും ഒരു ഓഫർ പോലെയെല്ലാം കൊടുക്കുന്നു. എന്നാൽ പാച്ചോ അവർക്ക് ഓൾറെഡി ഒരു പ്ലാൻ ഉണ്ടെന്നും അവരുടെ പ്ലാൻ എല്ലാം ഇപ്പോൾ നല്ലപോലെ വർക്കൗട്ട് ആവുന്നത് കൊണ്ട് അവൻ താനിപ്പോൾ മറ്റൊരു പ്ലാനിനെ പറ്റിയൊന്നും ചിന്തിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്
അവരെ നിരാശപ്പെടുത്തി വിടുന്നു. മറീച്ച ഇനി മെഡലിനിൽ താമസിക്കുന്നത് സേഫ് അല്ല എന്ന് മനസ്സിലായിക്കൊണ്ട് അവിടെ നിന്നും തന്റെ അമ്മയുടെ ഗ്രാമത്തിലേക്ക് പോയതും ഡ്രൈവർ മെറീച്ചയെ കാണാൻ വേണ്ടി അവൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുന്നു. അവൻ മെറീച്ചയുടെ അടുത്ത് നിന്നെ പാബ്ലോയുടെ അടുത്തേക്ക് കൊണ്ടുപോയത് താൻ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ തെറ്റാണെന്നും എന്നാൽ ആ തെറ്റിൽ നിന്നും ഇപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി തന്റെ കയ്യിൽ ഒരു അവസരം കിട്ടിയിട്ടുണ്ടെന്നും താൻ പാബ്ലോയുടെ വിശ്വസ്തനായിട്ടുള്ള ഡ്രൈവർ ആയതുകൊണ്ട് പാബ്ലോ പോകുന്ന സ്ഥലങ്ങളെ പറ്റിയെല്ലാം തനിക്ക് നല്ലപോലെ അറിയാമെന്നും പാബ്ലോയുടെ കൂടെ ജോലി ചെയ്യുന്ന എല്ലാവരെയും പോലീസുകാരെല്ലാം തെരഞ്ഞു പിടിച്ചു കൊല്ലുന്നത് കൊണ്ട് നീ പോലീസുകാരുടെ കൂടെ ഒരു ഡീലെല്ലാം ഉണ്ടാക്കി ആ ഡീൽ വഴി പാബ്ലോയെ പെടുത്തിയാൽ നമുക്ക് ടെൻഷൻ ഇല്ലാതെ സുഖമായി ജീവിക്കാമെന്ന് പറയുന്നു. മറീച്ചയ്ക്കാണെങ്കിൽ US പോകാൻ വേണ്ടി ആഗ്രഹമുള്ളത് കൊണ്ട് ഈ പോലീസുകാരെ ഇപ്പോൾ സഹായിക്കാൻ സാധിച്ചാൽ അതുവഴി US പോകാനുള്ള വിസയെല്ലാം റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിക്കുന്നു. അവിടെ കക്ഷിത് ടാറ്റയുടെ അടുത്തേക്ക് ചെല്ലുന്ന പാബ്ലോനെയാണ് കാണിക്കുന്നത്. പാബ്ലോ ടാറ്റയുടെ അടുത്ത് നമ്മുടെ വീടിന് ചുറ്റും 20ഓളം ആൾക്കാർ തോക്കുമായി നിൽക്കുമ്പോൾ നീ എന്തിനാണ് വെലസ്കോന്റെ അടുത്ത് ഒരു തോക്കെല്ലാം വേണമെന്ന് പറഞ്ഞതെന്ന് ചോദിക്കുന്നു. പാബ്ലോന്റെ ചോദ്യം കേട്ടതും ടാറ്റ നമ്മുടെ വീടിന് ചുറ്റും 20 പേരുണ്ടെങ്കിലും അവരാരും തന്നെ നമ്മുടെ ചോരയോ നമ്മുടെ ബന്ധുക്കാരോ അല്ലെന്നും ഒരു അപകടം വരുന്ന സമയം അവരെല്ലാം ചിലപ്പോൾ അവരുടെ ജീവന് വേണ്ടി രക്ഷപ്പെട്ടോടാൻ വേണ്ടി സാധ്യതയുണ്ടെന്നും അതുകൊണ്ടാണ് നമ്മളുടെ മക്കളുടെ പ്രൊട്ടക്ഷന് വേണ്ടി ഒരു തോക്കെല്ലാം റെഡിയാക്കി തരാൻ വേണ്ടി ആവശ്യപ്പെട്ടതെന്ന് പറയുന്നു. അവിടെ കച്ചിത് ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ജാബിനെ കോൾ ചെയ്ത് ഇമ്മീഡിയറ്റ് ആയി അവളുടെ വീട്ടിലേക്ക് വരാൻ പറയുന്നതായിട്ടാണ് കാണിക്കുന്നത്. ജാബിയർ നേരെ ആ വീട്ടിലേക്ക് പോയതും ആ വീട്ടിലുണ്ടായിരുന്ന മറീച്ച തന്റെ സുഹൃത്ത് പാബ്ലോയുടെ ഡ്രൈവറാണെന്നും അവൻ പാബ്ലോയുടെ ലൊക്കേഷൻ എല്ലാം നിങ്ങൾക്ക് ചോർത്തി തരാൻ വേണ്ടി തയ്യാറാണെന്ന് ജാബിയറിന്റെ അടുത്ത് പറയുന്നു. മറീച്ചയ്ക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം കേട്ട ശേഷം ജാബിയർ ഈ കാര്യമെല്ലാം നേരെ കയ്യിലോടെ എടുത്തു വന്ന് പറഞ്ഞുകൊണ്ട് പാബ്ലോയുടെ ലൊക്കേഷനെ പറ്റി നമുക്ക് കിട്ടിയിട്ടുള്ള ഏക ഇൻഫർമേഷൻ ഇതാണെന്ന് പറയുന്നു. ആരോ പറഞ്ഞ ഇൻഫർമേഷന്റെ പുറത്ത് ചാടിക്കേറി സോൾജേഴ്സുമായി പോകുന്ന റിസ്ക് ആയതുകൊണ്ട് കരിലോ അവിടെ പാബ്ലോയുടെ പ്രസൻസ് എല്ലാം ഉണ്ട് എന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രം തന്റെ ആൾക്കാരുമായി നമുക്ക് അറ്റാക്കിന് പോയാൽ മതിയെന്ന് തീരുമാനിക്കുന്നു. അവിടെ കച്ചിത് പാബ്ലോ അടുത്തതായി പോകാൻ പോകുന്ന ലൊക്കേഷനെല്ലാം മറീച്ചയെ വിളിച്ചു പറയുന്ന ഡ്രൈവറിനെയാണ് കാണിക്കുന്നത്. മറീച്ചയ്ക്ക് അവൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള സ്ഥലത്തിന്റെ പേരെല്ലാം DA ഓഫീസർമാരെ വിളിച്ചു പറയാൻ വേണ്ടി ചെറുതായി വിഷമമെല്ലാം വരുന്നുണ്ടെങ്കിലും അവൾ കുറച്ചു നേരം ചിന്തിച്ച ശേഷം പാബ്ലോ പോകാൻ പോകുന്ന സ്ഥലത്തിന്റെ പേരെല്ലാം ജാബിയറിനെ വിളിച്ചറിയിക്കുന്നു. സ്ഥലത്തിന്റെ ലൊക്കേഷൻ കിട്ടിയതും അവർ അതിലൂടെ ഒരു സാറ്റലൈറ്റ് പ്ലെയിൻ എല്ലാം അയച്ചുകൊണ്ട് ആ സ്ഥലത്ത് നിന്നും ഏതെങ്കിലും തരത്തിലുള്ള സിഗ്നൽ എല്ലാം ലഭിക്കുമോ എന്ന് നോക്കുന്നു. എന്നാൽ ഈ സമയം അവിടെ ട്രാക്കിൽ വന്ന ഒരു ഫോൺ കോളിൽ പാബ്ലോ ഒരു വ്യക്തിയുമായി സംസാരിക്കുന്നത് കേട്ടതും കരിയിലോക്ക് പാബ്ലോയെ പിടിക്കാൻ വേണ്ടി ഇനി ഇത്രയും നല്ല ചാൻസ് ഒന്നും കിട്ടാൻ സാധ്യതയില്ല എന്ന് തോന്നിയതും അവൻ വേഗം തന്നെ തന്റെ ആൾക്കാരെ എല്ലാം വിളിച്ചുകൊണ്ട് 2 ട്രക്കുമായി നേരെ ആ സ്ഥലം ലക്ഷ്യം വെച്ച് പോകുന്നു. എന്നാൽ പോകുന്ന വഴിയിൽ അവർ 2 ബിൽഡിങ്ങിന്റെ ഇടയിൽ കൂടിയുള്ള ഒരു ഇടുങ്ങിയ വഴിയിലേക്ക് കടന്നതും ആ ബിൽഡിങ്ങിനകത്ത് ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്ന പാബ്ലോയുടെ ആൾക്കാർ കരിലോയും അയാളുടെ ആൾക്കാരെയും എല്ലാം മുന്നിൽ നിന്നും പിന്നിൽ നിന്നുമെല്ലാം ട്രാപ്പ് ചെയ്തുകൊണ്ട് അവർക്ക് നേരെ എല്ലാ വശത്തു നിന്നും വെടിവെപ്പും ബോംബറുമെല്ലാം നടത്തുന്നു. വെടിവെപ്പിൽ പരിക്കേറ്റ് താഴെ വീണ കരിയിലൂടെ അടുത്തേക്ക് ആ പുകയുടെ എല്ലാം ഇടയിലൂടെ സ്ലോ മോഷനിൽ പാബ്ലോ നടന്നു വന്നുകൊണ്ട് കരിലോ നേരത്തെ കൊടുത്തച്ച ബുള്ളറ്റ് എല്ലാം ലോഡ് ചെയ്ത ശേഷം അത് വെച്ച് കരിലോയെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. താൻ കൊടുത്തിട്ടുള്ള ഇൻഫർമേഷൻ എല്ലാം വിശ്വസിച്ച് പോയിട്ടുള്ള കരിലോക്ക് ഈ അവസ്ഥയെല്ലാം വന്നിരിക്കുന്നത് കണ്ട് ജാബിയറിന് വളരെയധികം വിഷമമെല്ലാം ആവുന്നു. ഇത് മനസ്സിലായതും സ്റ്റീവും മെസ്സിനെയും എല്ലാം ജാബിയറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇതിൽ നിന്റെ ഭാഗത്തു നിന്നും ഒരു മിസ്റ്റേക്ക് പോലുമില്ലെന്നും നമ്മൾ ഫ്ലൈറ്റിൽ നിന്നും കിട്ടിയ സിഗ്നൽ കാരണമാണ് ഈ ഓപ്പറേഷൻ എല്ലാം ആരംഭിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ജാബിയറിന്റെ കുറ്റബോധമെല്ലാം മാറ്റിയെടുക്കാൻ വേണ്ടി നോക്കുന്നു. അവിടെ കച്ചിത് തന്റെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ഓഫീസറെ നഷ്ടപ്പെട്ടതുകൊണ്ട് ആ വിഷമത്തിലിരിക്കുന്ന ഷസാറിനെയാണ് കാണിക്കുന്നത്. ഇതേ സമയം അറ്റോർണി ജനറൽ ഷസാർ അന്ന് പാബ്ലോയുടെ ജയിലിലേക്ക് സ്പെഷ്യൽ ഫോഴ്സിനെ എല്ലാം അയച്ചതിന്റെ പേരിലാണ് പാബ്ലോ ഈ ആക്രമണം എല്ലാം നടത്തിയതെന്നും അതുകൊണ്ട് ഷസാർ അന്നെടുത്ത തീരുമാനത്തിന്റെ മേലെ ഒരു ഇൻവെസ്റ്റിഗേഷൻ എല്ലാം നടത്താൻ വേണ്ടി ഓർഡർ എല്ലാം ഇടുന്നു. അറ്റോർണിയുടെ ഈ ഒരു തീരുമാനം കേട്ടതും ഷസാറിന്റെ അസിസ്റ്റന്റ് എന്ത് ആക്ഷൻ വന്നാലും അതെല്ലാം താനെടുത്ത തീരുമാനമാണ് എന്ന് പറഞ്ഞാൽ മതിയെന്ന് ഷസാറിന്റെ അടുത്ത് പറഞ്ഞുകൊണ്ട് ഷസാറിന് വേണ്ട കോൺഫിഡൻസ് എല്ലാം കൊടുക്കുന്നു. അവിടെ കച്ചിത് കാർലി കാട്ടലിനെയാണ് കാണിക്കുന്നത്. ജൂഡി പാബ്ലോ ഇനി നമ്മളെയാണ് തേടി വരാൻ സാധ്യതയെന്നും അതുകൊണ്ട് പാബ്ലോ നമ്മുടെ അടുത്തേക്ക് വരുന്നതിന് മുമ്പേ എന്തെങ്കിലും തീരുമാനമെടുത്താൽ മതിയാവൂ എന്ന് ഹിൽബർട്ടോന്റെ അടുത്ത് പറയുന്നു. ഹിൽബർട്ടോ ഇനി തീരുമാനമെടുക്കാൻ വേണ്ടി അധികം വൈകിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പാച്ചോയുടെ അടുത്ത് കസ്താവ് ബ്രദേഴ്സുമായി ഒരു ഡീല് സംസാരിക്കാൻ വേണ്ടി പറയുന്നു. അവിടെ കക്ഷിത് ഒരു പള്ളിയിലിരിക്കുന്ന മറീച്ചനെയാണ് കാണിക്കുന്നത്. ഈ സമയം ഡ്രൈവറും പാബ്ലോയും കൂടി ആ പള്ളിയിലേക്ക് വരുന്നത് കണ്ട് മറീച്ച ചെറുതായി പാനിക് എല്ലാം ആവുന്നു. പാബ്ലോ അവളുടെ അടുത്ത്
ഇനി നിന്നെ ആരും ശല്യം ചെയ്യാൻ വേണ്ടി വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൾക്ക് ഒരു ബാഗ് നിറച്ച് പൈസ എല്ലാം കൊടുക്കുന്നു. അവിടെ കട്ട് ചെയ്ത് രാത്രിയിൽ ഒരു ബാറിൽ ചെന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന ജാബിയറിനെയാണ് കാണിക്കുന്നത്. ഈ സമയം ജൂഡിയുടെ ബോഡി ഗാർഡ് ജാബിയറിന്റെ അടുത്ത് നിന്നെ മീറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ജാബിയറിനെ നേരെ ജൂഡി താമസിക്കുന്ന സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. ജാബിയർ ആ വീട്ടിലേക്ക് കയറിയതും കസ്താനിയ ബ്രദേഴ്സിന്റെ കൂടെ നിൽക്കുന്ന ജൂഡി ജാബിയറിന്റെ അടുത്ത് വെൽക്കം ടു മോണ്ടി കാസിനോവോ എന്ന് പറയുന്നതും കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഈ സീരീസിന്റെ ബാക്കി വീഡിയോസിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.